നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 547th day. Today 18th sloka of Pradhama Skanda, second chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 547ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം നിത്യം പാരായണം ചെയ്യുകയും ആ ഭാഗവതന്മാരോടുള്ള സേവ, ഭാഗവതന്മാരെ നിത്യം പാരായണം ചെയ്യുന്നവരെ കാണുകയും അവർ പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവിധ അമംഗളങ്ങളും നശിക്കുന്നു. നഷ്ടപ്രായേഷു എന്ന് പറഞ്ഞപ്പോൾ പ്രായേണ നശിക്കുന്നു. ക്രമേണ നമുക്കുണ്ടായ നമ്മുടെ പൂർവ്വകർമ്മ ജന്മവാസനകളൊക്കെ കൊണ്ട് നമുക്കുണ്ടാകുന്ന നമ്മളിലുണ്ടായിട്ടുള്ള എല്ലാ അമംഗളങ്ങളും നശിച്ച് നമുക്ക് ആ ഭഗവാനിൽ ഭക്തി ജനിക്കുകയും അങ്ങനെ ആ ഭഗവാനിലുള്ള ഭക്തിയുടെ നമുക്ക് ശാശ്വതമായ ജ്ഞാനവും ആനന്ദവും ലഭിക്കുകയും ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നിത്യവും ഭഗവത് ഭക്തന്മാരോടുള്ള ചേർച്ച കൊണ്ട് നമുക്ക് ഭഗവത് കഥാശ്രവണവും പാരായണവും ഒക്കെ ചെയ്യുമ്പോൾ ഹൃദയത്തിലുള്ള എല്ലാ മലിനവാസനകളും എന്തായാലും നശിക്കും, ക്രമേണ നശിക്കും. അങ്ങനെ ആ പരമമായ യശസ്സോടുകൂടി ആ ഭഗവാനിൽ നമ്മുടെ മനസ്സ് ലയിക്കുമ്പോൾ, ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് അടുക്കുമ്പോൾ നമ്മിലുള്ള കാമാതിവൃത്തികൾ ക്ഷയിച്ചു വരികയും ഭക്തിയും ഭക്തി മൂലം ജ്ഞാനവും ജ്ഞാനം കൊണ്ട് ആ പരമാനന്ദവും നമുക്ക് അനുഭവിക്കുവാൻ ഇടവരും. അതുകൊണ്ടാണ് പ്രായേഷു നഷ്ടപ്രായേഷു ഭദ്രേഷു, അതായത് ക്രമേണ എല്ലാ ദുർവാസനകളും നശിച്ച് നമുക്ക് ആ പരമമായ ആനന്ദത്തിൽ ലയിക്കുവാൻ സാധിക്കും. ഓരോരുത്തരുടെയും പൂർവ്വകർമ്മ ജന്മാനുഭവം കൊണ്ട് അവരവരുടെ കർമ്മവാസനകൾ നശിക്കാൻ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നല്ലാതെ തീർച്ചയായിട്ടും ഭഗവത് സേവ കൊണ്ട് നമ്മുടെ എല്ലാ മംഗളങ്ങളും നശിക്കും. അതിൽ ഒട്ടും സംശയം വേണ്ട. ഭാഗവതന്മാരോടുള്ള ചേർച്ച, ഭാഗവത പാരായണം, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇവയൊക്കെ നമ്മിലുള്ള മലിനവാസനകൾ എന്തായാലും തീർത്ത് നമ്മെ ഉയർത്തും എന്നുള്ളതിന് ഉറപ്പാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഓം തത്സത്. നൈഷ്ഠികി എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത. പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാനിനോടുള്ള ഭക്തി ആർക്കും ഇളക്കാൻ പറ്റുകയില്ല. ഭക്തപ്രഹ്ലാദനെ മാതിരി ആ സ്ഥിരമായി ഭഗവാനോടുള്ള ഭക്തി നമ്മിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത് കൂടി കാണിക്കാനാണ് നൈഷ്ഠികി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.